സംഖ്യാപുസ്തകം 36-ാം അധ്യായം. യോസഫിൻ്റെ മക്കളുടെ കുടുംബങ്ങളിൽ മനശ്ശെയുടെ മകനായ മാഗീരിൻ്റെ മകനായ ഗിലെയാദിൻ്റെ മക്കളുടെ കുടുംബത്തലവന്മാർ അടുത്തുവന്ന് മോശയുടെയും ഇസ്രായേൽ മക്കളുടെയും ഗോത്രപ്രധാനികളായ പ്രഭുക്കന്മാരുടെ മുമ്പാകെ പറഞ്ഞത്: ഇസ്രായേൽ മക്കൾക്ക് ദേശം ചീട്ടിട്ട് അവകാശമായി കൊടുപ്പാൻ യഹോവ യജമാനനോട് കൽപ്പിച്ചു. ഞങ്ങളുടെ സഹോദരനായ ശെലോഫഹാദിൻ്റെ അവകാശം അവൻ്റെ പുത്രിമാർക്ക് കൊടുപ്പാൻ യജമാനൻ യഹോവയുടെ കൽപ്പന ഉണ്ടായി. എന്നാൽ അവർ ഇസ്രായേൽ മക്കളുടെ മറ്റു ഗോത്രങ്ങളെ പുരുഷന്മാരിൽ വല്ലവർക്കും ഭാര്യമാരായാൽ അവരുടെ അവകാശം ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശത്തിൽ നിന്ന് വിട്ടുപോകുകയും അവർ ചേരുന്ന ഗോത്രത്തിൻ്റെ അവകാശത്തോടുകൂടെ കൂടുകയും ചെയ്യും. ഇങ്ങനെ അത് ഞങ്ങളുടെ അവകാശത്തിൻ്റെ ഓഹരിയിൽ നിന്ന് പൊയ്പോകും. ഇസ്രായേൽ മക്കളുടെ യോബേൽ സംവത്സരം വരുമ്പോൾ അവരുടെ അവകാശം അവർ ചേരുന്ന ഗോത്രത്തിൻ്റെ അവകാശത്തോട് കൂടുകയും അങ്ങനെ അവരുടെ അവകാശം ഞങ്ങളുടെ പൃഥു ഗോത്രത്തിൻ്റെ അവകാശത്തിൽ നിന്ന് വിട്ടുപോകുകയും ചെയ്യും. അപ്പോൾ മോശ യഹോവയുടെ വചനപ്രകാരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത്: യോസഫിൻ്റെ പുത്രന്മാരുടെ ഗോത്രം പറഞ്ഞത് ശരി തന്നെ. യഹോവ ശെലോഫഹാദിൻ്റെ പുത്രിമാരെക്കുറിച്ച് കൽപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ, അവർ തങ്ങൾക്ക് ബോധിച്ചവർക്ക് ഭാര്യമാരായി ഇരിക്കട്ടെ, എങ്കിലും തങ്ങളുടെ പൃഥു ഗോത്രത്തിലെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ ആകാവൂ. ഇസ്രായേൽ മക്കളുടെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് മാറരുത്. ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തൻ താൻ്റെ പൃഥുഗോത്രത്തിൻ്റെ അവകാശത്തോട് ചേർന്നിരിക്കണം. എന്നാൽ ഇസ്രായേൽ മക്കൾ ഓരോരുത്തൻ താൻ്റെ പിതാക്കന്മാരുടെ അവകാശം കൈവശമാക്കേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ യാതൊരു ഗോത്രത്തിൽ അവകാശം ലഭിക്കുന്ന ഏതു കന്യകയും തൻ്റെ പൃഥുഗോത്രത്തിൽ ഒരു കുടുംബത്തിൽ ഒരുത്തന് ഭാര്യയാകണം. അങ്ങനെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് മാറാതെ ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങളിൽ ഓരോരുത്തൻ താൻ്റെ അവകാശത്തോട് ചേർന്നിരിക്കണം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ശെലോഫഹാദിൻ്റെ പുത്രിമാർ ചെയ്തു. ശെലോഫഹാദിൻ്റെ പുത്രിമാരായ മഹ്ള, തിർസ, ഹൊഗ്ല, മിൽക്ക, നോവ എന്നിവർ തങ്ങളുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ പുത്രന്മാർക്ക് ഭാര്യമാരായി. യോസഫിൻ്റെ മകനായ മനശ്ശെയുടെ പുത്രന്മാരുടെ കുടുംബങ്ങളിൽ അവർ ഭാര്യമാരാകുകയും അവരുടെ അവകാശം അവരുടെ പൃഥു കുടുംബത്തിൻ്റെ ഗോത്രത്തിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. യെരിഹോവിനെതിരെ യോർദാനരികെ മോവാബ് സമഭൂമിയിൽ വച്ച് യഹോവ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച കൽപ്പനകളും വിധികളും ഇവ തന്നെ.